ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ്, അതുപോലെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം റീഡിങ് കാണാൻ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. എന്താ അവരുടെ കറന്റ് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്. പത്ത് കാർഡ്സ് എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാവേ. നമുക്ക് നോക്കാം. ബോട്ടം വന്നിരിക്കുന്നത് വേൾഡ് ആണ്. നമ്മളിവിടെ 10 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും കാർഡ് കാണിച്ചില്ലെന്നോ മറ്റോ, കാർഡ് കാണുന്ന വിധം ഷൂട്ട് ചെയ്യാന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ആരുടെയെങ്കിലും കമൻറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പരിഗണിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ, കാർഡ് ഞാൻ കാണിച്ചേ. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് മനസ്സിലായി. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രണയത്തിൻ്റെ തുടക്കമാണ് ഇത്. ഒരു പ്രണയത്തിൻ്റെ തുടക്കം എന്ന് മാത്രമല്ല, ഇവിടെ ചിപ്പിക്കുള്ളിലെ മുത്ത് പോലെ, മനസ്സിലായി. നമ്മൾ ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് പറയത്തില്ലേ, ഇതൊരു നാച്ചുറൽ ലവ് ആണ്. അതായത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ലവ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ലവ് ആണ്. അതായത് ഡിവൈൻ റൊമാൻറ്റിക് ലവ് തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇത് ഡബിളാണ് പിന്നീട് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് വന്നിട്ടുണ്ട്, പറയാം. ഡബിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിടയിൽ എന്താ, ഇപ്പം ചിലപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയായിരിക്കാം. നിങ്ങൾക്കിടയിൽ ഏതോ വ്യക്തികളല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമാവാം. കാരണം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയായിരിക്കാം. കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. വളരെ വളരെ സ്നേഹത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതിനിടയിൽ ചില തടസ്സങ്ങൾ വന്നിരിക്കുന്നു. കാരണം അതിനിടയിൽ ചില വ്യക്തികൾ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് കാരണം നിങ്ങൾ തമ്മിൽ കുറച്ചൊന്ന് അകൽച്ചയിലാണെന്ന് കാണുന്നുണ്ട്. ഡെത്ത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം, ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് സ്ട്രഗ്ലിങ്ങിലായിരിക്കും. അതുമല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, അതുമല്ല എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാവാം, മറ്റ് ചില കാര്യങ്ങളും ആവാം. ഇവിടെ ഫിനാൻസ് പരമായ കാര്യങ്ങളുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്കിടയിലെ മറ്റു പ്രശ്നങ്ങളാവാം. എന്തായാലും ശരി, ഇവിടെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു ബന്ധത്തിന് സ്റ്റക്കായിട്ട് വന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് ആണ് ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നാണ് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ ഒരു വീണ്ടും തുടക്കം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് അവർ
ചിന്തിക്കുന്നതേ ഉള്ളൂ. വീണ്ടും ഒരു തുടക്കം ഉണ്ടാകണം എന്നവർ ചിന്തിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നും മറ്റും അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുടെ കറണ്ട് എനർജിയാണ്, നിങ്ങളോടുള്ള കറണ്ട് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. അത്യധികമായിട്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ ദ ഹൈ പ്രീസ്റ്റസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അത് നിങ്ങളോട് പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. അവർക്ക് ഇത് ഡബിൾ എനർജി വന്നല്ലോ, അപ്പൊ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളെ തമ്മിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധം എന്ത് ശക്തിയാണോ ഉള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്കിടയിൽ ഉള്ളത്, അത് നിങ്ങളോടൊന്ന് തുറന്നു പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ എന്തായാലും അവരിവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. തന്നെയുമല്ല, ആ കാര്യം മാത്രവുമല്ല, നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തന്നെയുമല്ല, അവർക്ക് നല്ലതേതാണ്, നിങ്ങളോട് എന്ത് പറയണം, എന്ത് പറയണ്ട എന്നുള്ള ബോധമുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈരാഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുത പിടിച്ചു പറ്റുന്ന എനർജി ആവാം. അത് അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും കൂടെ അങ്ങനെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാലും ഈ ബന്ധത്തെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അവർ ബുദ്ധിപൂർവ്വം നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് വരണം. മനസ്സിലായോ? കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് സോൾവ് ആക്കിയിട്ട് തന്നെയും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇതൊരു റീയൂണിയന്റെ കാർഡാണ് ചാരിയട്ട് എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം സ്പീഡിലാണ് ഈ ഒരു ആക്ഷൻ. വളരെയധികം മനോബലമുള്ള ഒരു വ്യക്തിയുടേതാണിത്. വിൽ പവർ ഉള്ള വ്യക്തി, അതായത് പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ ഇവർക്ക് ഇഷ്ടമില്ല. നിങ്ങളിലേക്ക് തന്നെ വരണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത്. 10 ഓഫ് പെന്റക്കിൾസ് ആണ്. നിറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് തരണം. കുടുംബത്തോട് ഒത്തുചേർന്ന് തന്നെ മുന്നോട്ട് പോകണം എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മറ്റ് ചില ആൾക്കാർ, അതായത് കുടുംബത്തിലുള്ളവരോടും കൂടെ ചേർന്ന്, നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരോടൊപ്പം ചേർന്ന്, എല്ലാവരോടും ഒപ്പം ചേർന്ന് തന്നെ മുന്നോട്ട് ജീവിക്കണം, മുന്നോട്ട് പോകണം, സന്തോഷത്തിലേക്ക് പോകണം എന്നൊക്കെയാണ് അവരിവിടെ വിചാരിക്കുന്നത്. പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് തോട്ട്സ് വരുന്നുണ്ട്. പക്ഷെ അവർ ആക്ഷൻ എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്ന് ബാക്കിലേക്ക് വരികയാണ്. കാരണം സമയമായിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ. ആ സമയമായിട്ടില്ല, വരാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായി? അതാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് സോഡിന്റെ എനർജി. സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളെ പറ്റി എപ്പോഴും അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടോ, നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് മെസ്സേജാണ് ഇടുന്നത്, സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ, നിങ്ങളുടെ DP മാറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ വന്നിരിക്കുന്ന DP ഏതാണ്, ഇതൊക്കെ ശ്രദ്ധിക്കാനാണ് അവർക്ക് കൂടുതലായിട്ട് താല്പര്യം. ഇതൊക്കെ അവർ എല്ലാ ദിവസവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം, ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം വേണം. വീണ്ടും നിങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകണം എന്നവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രെങ്ത്, കൂടുതൽ പവർഫുൾ ആവണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് വേണം മുന്നോട്ട് വരാൻ എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നത് പോലെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇവിടെ അവരുടെ കറന്റ് എനർജി. ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളോടുള്ള മനോഭാവം, നിങ്ങളെപ്പറ്റി അവരെന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം അവരുടെ കറണ്ട് എനർജി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളെപ്പറ്റി, നിങ്ങളെന്ന വ്യക്തിയെ പറ്റി എന്താണ് അവർ ചിന്തിക്കുന്നത്?
ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരുടെ മനസ്സിലുള്ളത് എന്താണ്, അവരുടെ ആ മനസ്സിന്റെ മനോഭാവം ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത്, നിങ്ങളെ അവർ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും ബാധകമാണ്. കപ്പിൾസിന്, ലവേഴ്സിന്, ഏത് തരത്തിലുള്ള ബന്ധത്തിനും ബാധകമാണ്. അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്ന എന്ന് നോക്കുക, അത്രയാണ് വേണ്ടത്. ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളുടെ ഇല്ലായ്മയിലാണ്, നിങ്ങളുടെ ഈ ഒരു വേർപെടുത്തലിൽ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വേർപാടിൽ മാത്രമാണ് അവർക്ക് വിഷമം ഉണ്ടാകുന്നത്, അവർക്ക് സങ്കടം അനുഭവിക്കുന്നത്. മനസ്സിലായ? കൺസേൺഡ് ആൻഡ് അൺകൺസേൺഡ് ലവ് ആണ്. അതായത് അവർക്ക് നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും ഇഷ്ടം തോന്നി മറ്റാരോടെങ്കിലും സംസാരിക്കാം, പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനോഭാവം നിങ്ങളെ മാത്രമാണ് അവർ ചൂസ് ചെയ്യുന്നത്. മനസ്സിലായി? നിങ്ങളുടെ സ്ഥാനത്ത് അവർക്ക് മറ്റൊരു വ്യക്തിയെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രം. അപ്പോൾ അത്രമാത്രം ഡീപ്പായിട്ടാണ് അവർ നിങ്ങളോട് ഉള്ള സ്നേഹം, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള മനോഭാവം, അതായത് നിങ്ങളെപ്പറ്റി അവർ മനസ്സിൽ ചിന്തിക്കുന്നത്, എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ വ്യക്തി വന്നേ മതിയാവും. എത്ര നാൾ പിണങ്ങിയിരുന്നാലും ശരി, എനിക്ക് അവർ വന്നിട്ടേ ഉള്ളൂ ഒരു ജീവിതം മുന്നോട്ട് എന്നാണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഈ ഒരു വേർപാട്, ഈ ഒരു അകൽച്ചയിൽ, ഈ നോ കോണ്ടാക്ട് അവസ്ഥയിൽ അവർ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളോട് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ചില കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിപ്പം നിങ്ങളോട് ഇത് പറയുന്നില്ല, പല കാരണങ്ങളുണ്ട്. അപ്പൊ ഇതിപ്പം നിങ്ങളോട് പറയാൻ തയ്യാറല്ല. പക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ചിലപ്പോൾ എതിർച്ചയാ ആരെങ്കിലുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി കാണും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ഹൈഡിങ് വന്നിരിക്കുന്നത്. കറണ്ടൊന്നും വരും. നിങ്ങളോടവർക്ക് കണ്ടില്ലേ, നിങ്ങൾ അവരെ അപേക്ഷിച്ച് ഒരുപാട് മനോബലം കൂടുതലായിട്ടുള്ളവരാണ്. നിങ്ങൾ അവരെ അപേക്ഷിച്ച് ഒത്തിരി സ്ട്രോങ് ആണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയും അവരെ അപേക്ഷിച്ച്. മനസ്സിലായി? നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും മറികടക്കാൻ സാധിക്കും. അത്രമാത്രം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? കൺട്രോൾഡ് ആൻഡ് ഡോമിനേറ്റഡ് ലവ് ആണ്. കാരണം എന്തിനേയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതാണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. മനസ്സിലായോ? അതേസമയത്ത് അവർക്ക് അത്രമാത്രം കഴിവില്ല. അവരെത്രമാത്രം വിചാരിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു കഴിവ് നേടിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് അവരിപ്പോൾ ഇവിടെ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഫ്ലർട്ടി ആൻഡ് ഓപ്പൺ മൈൻഡഡ് ലവ് ആണ്. നിങ്ങളോടെല്ലാം തുറന്നു പറയുന്ന ഒരു സ്നേഹമായിരുന്നു അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില കാരണവശാൽ, ചില സാഹചര്യവശാൽ അവർക്കിപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അത് അവരുടെ ഒരു സാഹചര്യം അങ്ങനെയായിപ്പോയി. അവിടെ അതിനിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളോട് ഇപ്പോൾ പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് അതിര് കവിഞ്ഞ സ്നേഹം ഉണ്ട് താനും. അങ്ങനെയുള്ള ചില കാരണവശാലായിരിക്കണം നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായത്.
മനസ്സിലായി. ഇവിടെ നിങ്ങളെ അവർ കാണുന്ന വളരെയധികം ആവേശമാണ്, ആഗ്രഹമാണ്. നിങ്ങളെന്ന വ്യക്തിയെ വളരെയധികം ആഗ്രഹമാണ്, ആവേശമാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ. അത്രമാത്രം ഫിസിക്കലി മെന്റലി ഒക്കെ ഒരു ആവേശമുള്ള എനർജിയാണ്. വാൺസ് അല്ലേ, വാൺസ് ഓഫ് ഫയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. അപ്പൊ ഇവിടെ ആ ഒരു ആവേശമുണ്ട് നിങ്ങളോട്, ആവേശം കലർന്ന ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും കരുതാനും പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെയും എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങൾ എല്ലാം ഇപ്പോൾ നിങ്ങളോട് തുറന്നടിച്ചങ്ങ് പറയാനും സാധിക്കുന്നില്ല. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളെ അവർ സ്നേഹിക്കുന്നത് ഇതാണ്, ഏസ് ഓഫ് കപ്സ്, ചിപ്പിക്കുള്ളിലെ മുത്ത് എന്ന് പറയുമല്ലോ. അപ്പോൾ ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചിപ്പിക്കുള്ളിലെ മുത്തെന്ന് പറയുമ്പോൾ ഒരുപാട് വിലയുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് അവർ നൽകിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാൻ അവർക്ക് പറ്റുന്നില്ല. നോക്കാം നമുക്ക്. നിങ്ങളോടുള്ള മനോഭാവമാണ് കിങ് ഓഫ് വാൺസ്, ചരിസ്മാറ്റിക് ആൻഡ് കോൺഫിഡന്റ് ലവ്. നിങ്ങൾ കോൺഫിഡന്റ് ആണ് അവർ. നിങ്ങൾ എങ്ങും പോകില്ല. അവരെവിടെയെങ്കിലും പോയാൽ തന്നെ നിങ്ങൾക്കെങ്ങും പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല അവരെ അല്ലാതെ. അവരതിൽ കോൺഫിഡൻ്റ് ആണ്. നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൽ അവർക്ക് എന്താണ്, ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞു പോകില്ല എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് അവരിപ്പോൾ കഴിയുന്നത്. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ മനോഭാവം, അവരുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ഈ ഒരു വികാരത്തിലാണ് അവർ നിങ്ങളോട് ഇടപെടുന്നത്. മനസ്സിലായി. അവർ പോയാലും, അവർക്ക് പോകാൻ കഴിഞ്ഞാലും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ അത്രമാത്രം സ്നേഹം നിങ്ങളോടുണ്ട് എന്നാണ്. ത്രീ ഓഫ് സോഡ്സ്. നിങ്ങളെ ഓർത്തിട്ട് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള മനോഭാവമാണ്, നിങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നത്, അല്ലേ? സ്നേഹമുള്ള വ്യക്തികളെ ഓർത്ത് മാത്രമല്ലേ പലർക്കും വിഷമം വരുന്നത്, നമുക്കായാലും വിഷമം വരുന്നത്, അല്ലേ? സ്നേഹമില്ലാത്തടത്ത് എന്ത് വിഷമം വരാനാണ്? അപ്പോൾ നിങ്ങൾ തമ്മിൽ നേരത്തെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സംസാരത്തിൽ അവരിപ്പോഴും വിഷമം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നത്. അപ്പോൾ അതിൽ ഇവർ ഇപ്പോഴും ഡീപ്പ് ഇഷ്യൂസ് ആൻഡ് ലവ് ട്രയാണ്. അപ്പോൾ ഇപ്പോഴും അതിൽ വിഷമിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ വീണ്ടും ഇതിനിടയിൽ നിങ്ങൾക്കിടയിൽ മറ്റ് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു വ്യക്തി വന്നിട്ടുള്ളതും അത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. അത് നിമിത്തം അവർ ഒരുപാട് വിഷമിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പിടിയിലായിപ്പോയി, എതിർച്ഛയാ സംഭവിച്ചതാണ്. കാരണം യഥാർത്ഥത്തിലും റിയൽ ലവ് എന്ന് പറയുന്നത് നിങ്ങളോട് മാത്രമാണ്. നിങ്ങളെയാണ് ഇവിടെ ചിപ്പിക്കുള്ളിലെ മുത്തായിട്ട് അവർ കരുതി വെച്ചിരിക്കുന്നത്, മനസ്സിലാവും. അപ്പൊ അവർക്ക് ഈ ഒരു സ്നേഹം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റില്ല. മറ്റൊരു വ്യക്തിയോടെന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ, മനസ്സിലാവും. അതാണ് നമുക്ക് ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിരിക്കുന്നത് നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല കാര്യങ്ങൾ. ഇടയ്ക്ക് ഒരു വ്യക്തിയുണ്ട്, ഇടയിൽ ഒരു വ്യക്തി ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പോകൂ, അതങ്ങനെ വന്നു സംഭവിച്ചു പോയി. അവരത് കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെപ്പറ്റി ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വളരെ വളരെ ഡീപ്പായിട്ടുണ്ടായിരുന്നു, വളരെ ആഴത്തിലുള്ളതായിരുന്നു, നല്ല ശക്തമായ ഒരു ബോണ്ടിങ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള കണക്ഷന്. ഇവിടെ നിങ്ങളെ വിട്ടുപിരിയാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങളെക്കുറിച്ച് തന്നെ ഓർത്തോർത്ത് വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര പേർ ഇതിനിടയിൽ വന്നാലും നിങ്ങളെ വിട്ടുകളയില്ല, നിങ്ങളെ പറ്റി മാത്രം ഓർത്ത് വിഷമിക്കുന്ന എനർജിയാണ് ഇരിക്കുന്നത്. ഒരു കാർഡ് എടുക്കാവേ. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്, ക്രോസ് റോഡ്സ് ആൻഡ് എംപ്റ്റിനെസ്. അപ്പൊ ഇത് നിമിത്തമാണ് നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോഴൊരു സെപ്പറേഷനിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിമിത്തമാണ്, മനസ്സിലായോ? അപ്പോൾ അവർ എത്രമാത്രം ദൂരെ പോയാലും നിങ്ങളെ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും വിട്ടുകളയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
നിങ്ങൾ തമ്മിൽ ഇനി എങ്ങനെയാണ്? മൂവിങ് ഓൺ ആണ്. ഇവിടെ നിങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയാണ്. എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നിട്ട് നിങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരിപ്പോഴും ചിന്തിക്കുന്നത്. കാരണം നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. സെപ്പറേഷൻ സംഭവിച്ചു, അത് ഇടയിലുള്ളതാണ്. കാരണം ഇവിടെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ്, സോൾമേറ്റ് കണക്ഷനാണിത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഉള്ള കാലത്തോളം, ഈ ഒരു സ്നേഹം നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങളെ വിട്ടുപിരിഞ്ഞ് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്രമാത്രം അവർ മുന്നോട്ട് പോയാലും നിങ്ങളെയും കൊണ്ട് തന്നെ പോകണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ആണ് ഒന്ന് വന്നിരിക്കുന്നത് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്, പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്. കണ്ടില്ലേ, നിങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ട് പോകണം, പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റിലൂടെ മുന്നോട്ട് വരണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളോടുള്ള മനോഭാവമാണ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്. നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് നല്ലൊരു ഫാമിലിയിലേക്ക് പോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ വീണ്ടും മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ വിവാഹമൊക്കെ കഴിക്കാനിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു വിവാഹത്തിൻ്റെതായ എനർജി ഇവിടെ ഉണ്ട്. ഇനി അതുമല്ല, പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോഴത്തെ ഈ ഇരുളിൽ നിന്ന്, ഇപ്പോഴത്തെ മനപ്രയാസത്തിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സങ്കടകരമായ അവസ്ഥകളിൽ നിന്നും മുന്നോട്ട് തന്നെ വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് നിങ്ങളോടൊപ്പം ചേർന്ന്, നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചേർന്ന്, കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു. ഇതാണ് നിങ്ങളെപ്പറ്റി ഇപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ തോട്ട്സ്, നിങ്ങളെ പറ്റിയുള്ള മനോഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ അവർക്ക് ഏറ്റവും വിലപ്പെട്ട മുത്തായിട്ടാണ് അവർ കരുതുന്നത്. നമുക്ക് 5 ക്ലൂസും കൂടെ എടുക്കാവേ. പാലക്കാടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് സ്കോർപ്പിയോ ആണ്, വൃശ്ചികമാസം, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ലെറ്റർ സി, ലെറ്റർ ഡി. നമ്പർ 1 തിരുവനന്തപുരം, കാസർഗോഡ്, ലിയോ, ചിങ്ങമാസം, മകം, പൂരം, ഉത്തരം, കാല്. ലെറ്റർ എം, ലെറ്റർ എൻ. ടോറസ്, ഇടവമാസം, കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര. ആലപ്പുഴ. പൈസസ്, മീനമാസം, പുരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി. നവംബർ മന്ത്. ഡിസംബർ. വിർഗോ, കന്നിമാസം, അതായത് ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ജൂലൈ മന്ത്. ലെറ്റർ എ, ലെറ്റർ ബി. കാപ്രിക്കോൺ, മകരമാസം, ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. സാജിറ്റേറിയസ്, ധനുമാസം, മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഇത് സോഡിയാക് സൈൻ ഏറെ വന്നിട്ടുണ്ട് അല്ലേ. നമ്പർ 7
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ്. ഈ ക്ലൂസ് നിങ്ങൾക്ക് മാച്ചായി എങ്കിൽ, നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വെച്ചായിരിക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.